ഇന്നലെ ഗാലറിയിൽ നടന്ന ചില ഇൻസിഡൻസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളി കഴിഞ്ഞതിന് തൊട്ട് അന്നേരം തന്നെ. സോ അതിന്റെ അടിയിൽ കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതില് മഞ്ഞപ്പടയോട് ഇനി തിരിച്ച് അങ്ങോട്ട് വരരുതേ എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പുള്ളിയോട് ചോദിക്കാനുള്ളത്, പിന്നെ നിങ്ങൾ വന്ന് അവിടെ നിന്ന് ചാൻ ചെയ്യുമോ? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? വെറുതെ മഞ്ഞപ്പടേനെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമീനെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ അവരെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. കാരണം 2014 കേരളത്തിൽ ഒരു ടീം ഉണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നിട്ട് അവിടെ നമുക്കുണ്ടായിരുന്ന ഒരു ഫാൻസ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. സോ അവിടെ നിന്നും ഒരു ഫുട്ബോൾ ഫാനിസം, ആ ഒരു ഫുട്ബോൾ കൾച്ചറിലേക്ക് ഫാൻസിനെ മാറ്റിയെടുക്കുന്നതിൽ മഞ്ഞപ്പടയൊക്കെ എടുത്ത എഫേർട്ട് ചെറുതൊന്നുമല്ല. നിങ്ങളെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകളെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ചാൻഡിങ് പഠിപ്പിച്ച് പാടിപ്പിച്ച് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്ന് പറയുന്നത് കേട്ടു, മഞ്ഞപ്പട ഇല്ലാത്തത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജയിക്കുന്നതെന്ന്. ഓക്കെ, മഞ്ഞപ്പട ഇല്ല, ബ്ലാസ്റ്റേഴ്സ് 2 കളി ജയിച്ചു. മഞ്ഞപ്പട ഉണ്ടായിരുന്ന സമയത്ത് ജയിച്ച കളികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? നമ്മൾ ചാൻഡ് ചെയ്ത് ജയിപ്പിച്ച ഒരുപാട് മത്സരങ്ങളുണ്ട് അവിടെ, അതേ പറ്റിയിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? തോറ്റു എന്ന് എഴുതി ഒപ്പിട്ട മത്സരങ്ങൾ നമ്മൾ ചാൻഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന മത്സരങ്ങൾ പലതും ഉണ്ട്. മഞ്ഞപ്പട എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടി അല്ല. സോ മഞ്ഞപ്പട ഇപ്പോ പൊക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിലാണ്. ആ പ്രൊട്ടസ്റ്റ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരു 100 വട്ടം നമ്മൾ പല വീഡിയോസിലും, ഞാൻ മാത്രമല്ല പല സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും വീഡിയോ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ഞപ്പട എന്തുകൊണ്ടാണ് ചാൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഒരു ദിവസം വന്ന് കളി കണ്ടിട്ട് ഒരാള് ചാൻഡ് ലീഡേഴ്സ് ഒക്കെ നിൽക്കുന്നതിന്റെ അവിടെ കയറി നിന്നിട്ട് പുള്ളി ഒറ്റയ്ക്ക് ചാൻഡ് ചെയ്യിപ്പിക്കുന്നു, പുള്ളി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ബ്രോ, അതല്ല ചാൻഡിങ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ അപ്പോ നമ്മൾ മഞ്ഞപ്പടേനെ റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇപ്പൊ ഇന്നലെ നമ്മൾ അനുഭവിച്ച ആ ഒരു മാച്ച് ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ കളി ജയിച്ചു. അതിന്റെ കാരണം പോലും മഞ്ഞപ്പടയുടെ ഒക്കെ ഈ പ്രൊട്ടസ്റ്റ് ആണ്. ഈ പ്രൊട്ടസ്റ്റ് കാരണമാണ് മാനേജ്മെന്റ് ഇപ്പൊ പുതിയ പ്ലേയേഴ്സിനെ, നല്ല കാശ് കൊടുത്ത് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നത്, പുതിയ മാനേജറെ കൊണ്ടുവന്നത്. ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ കളി ജയിച്ചു തുടങ്ങിയിരിക്കുന്നത്. സോ മഞ്ഞപ്പട എവിടെയും പോവില്ല. മഞ്ഞപ്പട മുമ്പോട്ട് വെച്ചിരിക്കുന്ന ചില ഡിമാൻഡ്സ് ഉണ്ട് മാനേജ്മെന്റിന് മുന്നിൽ. സോ അത് എപ്പോ അവർ പരിഹരിക്കുന്നു, അതിന് ആ ഡിമാൻഡ്സുകൾ എപ്പോ അംഗീകരിക്കുന്നു, അപ്പൊ മഞ്ഞപ്പട തിരിച്ചു വരും. ഇതുപോലൊന്നും ആയിരിക്കില്ല, സ്റ്റേഡിയം കുലുങ്ങും. ഓക്കെ, അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കമന്റ് ചെയ്യുക, സംസാരിക്കുക. താങ്ക് യു.